ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഡെവ്സെക്കോപ്സിനെ പറ്റിയാണ്. ഈവൻ ദോ നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടൈം ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിലും ബിഗിനേഴ്സിന് പോലും മനസ്സിലാകുന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോന്റെ എൻഡ് ആകുമ്പോഴത്തേക്കും എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ജോബ് പൊസിഷൻ, അവിടെ നിങ്ങൾ എന്തൊക്കെ പ്രാക്ടീസസ് ആണ് ലേൺ ചെയ്തെടുക്കേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ വീഡിയോന്റെ എൻഡ് വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഡെവ്സെക്കോപ്സ്, അതായത് ഡെവലപ്മെന്റ് പ്ലസ് സെക്യൂരിറ്റി പ്ലസ് ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് നമ്മളിപ്പം ഡെവോപ്സിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഒരു ഡെവോപ്സ് പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കമ്പനി ആണെങ്കിൽ പോലും നമുക്കൊരു ഡെവലപ്മെന്റ് ഒരു ഓപ്പറേഷൻ ടീം ഉണ്ടാവില്ലേ. ഈ രണ്ട് ടീമിന്റെ വർക്കിന്റെ പാർട്ടായിട്ട് നമ്മൾ സെക്യൂരിറ്റി പ്രാക്ടീസസിനെ ആഡ് ചെയ്യുക. ഇത്രയാണ് ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇതാണ് ഡെവ്സെക്കോപ്സ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു പുതിയ വീട് വെക്കുവാണെന്ന് വിചാരിച്ചോ. നമ്മൾ ബേസ്മെന്റ് ചെയ്തു, വാള് ചെയ്തു, റൂഫ് എല്ലാം ചെയ്യൂലേ. അപ്പൊ നമ്മൾ വീടിന് കതക് വെക്കും. നമ്മൾ കതക് വെക്കുന്നത് ഈ വീടിന്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഡോറിന്റെ ലോക്ക് ചെക്ക് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു. ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്, ആ വെക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലോക്ക് പ്രോപ്പർ ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, ഇത് സെക്യൂർ ആണോ എന്ന് നോക്കും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം ജനൽ ഉണ്ടാക്കുകയാണെങ്കിലും അത് എത്രത്തോളം സെക്യൂർ ആണെന്ന് നോക്കും. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ എക്സ്റ്റേണൽ എന്തെങ്കിലും അലാം സിസ്റ്റം സെറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതിന്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യൂലേ. ഇതേ സെയിം ഐഡിയ ആണ് ഡെവോപ്സിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പം അതിന്റെ ഓരോ സ്റ്റേജിലും നമ്മൾ അവിടെ സെക്യൂരിറ്റി കൺസേൺ ആയിരിക്കും. സെക്യൂരിറ്റിനെ പറ്റി അതിന്റെ പ്രാക്ടീസസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതായത് ഒരു പ്രോഡക്റ്റ് അത് ബിൽഡ് ചെയ്ത് ഡിപ്ലോയ് ചെയ്തതിനു ശേഷം സെക്യൂരിറ്റിനെ പറ്റി ആലോചിക്കാതെ ആ ഒരു ഫ്രം ഡേ വൺ നമ്മൾ ഏതൊരു സ്റ്റെപ്പ് എടുത്തു വെച്ചാലും സെക്യൂരിറ്റിയും കൂടെ നമുക്കൊരു മേജർ ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി എന്തുകൊണ്ടാണ് ഒരു ഡെവ്സെക്കോപ്സ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നത് അങ്ങനെ ചോദിച്ചാൽ, നമുക്കിപ്പോൾ ഒരു ഡെവ്സെക്കോപ്സ് കോൺസെപ്റ്റ് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരു പ്രൊജക്ട് എടുക്കാം. ഇപ്പൊ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് വിചാരിച്ചു. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു ഓഫ് കോഴ്സ് ഇതിന്റെ ഡാറ്റ സെൻസിറ്റീവ് ആണ്. ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ആർക്കും ആക്സസ് ചെയ്യാൻ പാടില്ല. അതിപ്പോ യൂസേഴ്സിന്റെ ഡാറ്റ ആണെങ്കിലും ബാങ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റ ആണെങ്കിലും. അപ്പം ഈ ഒരു എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിലേക്ക് നമ്മളൊരു പുതിയ CR കൊണ്ടുവരുവാണ്. അപ്പൊ അതിന്റെ നിങ്ങളുടെ ടെക് സ്റ്റാക്ക് ആയിട്ട് നമുക്കൊരു PHP, അതുപോലെ ഡാറ്റാബേസ് ആയിട്ട് പോസ്റ്റ്ഗ്രസ്, ജാവാസ്ക്രിപ്റ്റ്, jQuery, ഇങ്ങനെ ഒരു ടെക് സ്റ്റാക്ക് ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പുതിയ CRന്റെ പാർട്ടായിട്ട് നിങ്ങൾ ഇന്റർഫേസിലും ജാവാസ്ക്രിപ്റ്റിലും ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ ബാക്ക് എൻഡിലും കുറച്ച് കോഡൊക്കെ ചേഞ്ച് ചെയ്തു. വൺസ് ഈ കോഡൊക്കെ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾ CI/CD പൈപ്പ്ലൈൻ ഒക്കെ റൺ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെവലപ്പർ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഡെവലപ്മെന്റ് ടെസ്റ്റും കഴിഞ്ഞതിന് ശേഷം കോഡ് കമ്മിറ്റ് ചെയ്ത് പുൾ റിക്വസ്റ്റ് ഇടുമ്പോൾ തന്നെ നമ്മുടെ പൈപ്പ്ലൈൻ ട്രിഗർ ചെയ്യൂലേ. പൈപ്പ്ലൈൻ ട്രിഗർ ചെയ്യും, ബിൽഡ്, ഓട്ടോമാറ്റിക് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഗ്രീൻ ടിക്ക് കിട്ടിയ കസ്റ്റമർ സൈറ്റിലേക്ക് സക്സസ്ഫുള്ളി ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യും. പക്ഷെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഓക്കെ ഡിപ്ലോയ് ആയി, ലൈവായി. അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ സെക്യൂരിറ്റി ടീം ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. നിങ്ങൾ ലാസ്റ്റ് കമ്മിറ്റ് ചെയ്ത കോഡിൽ ഒരു സെക്യൂരിറ്റി ഇൻജെക്ഷൻ വൾനറബിലിറ്റി ഉണ്ട്. നമ്മുടെ ഭയങ്കര നമ്മുടെ പ്രൊജക്ടിന് ത്രട്ടനായിട്ട് വരുന്ന കേസാണല്ലേ. എസ്പെഷ്യലി ഇതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ യൂസേഴ്സിന്റെ ഡാറ്റ ഹാക്കേഴ്സ് എടുത്തിട്ട് പോകും. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് വന്നേക്കാവുന്ന ഡിസാസ്റ്റർ എന്താണ്, അതായത് ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ഒക്കെ ആവുന്ന സമയത്ത് ഇപ്പൊ നമുക്കൊരു മില്യൺ യൂസേഴ്സ് ഉള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എടുക്കുക. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്താൽ ഇതുപോലുള്ള എന്തെങ്കിലും സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ വരുന്ന സമയത്ത് ആ ബിസിനസ് തന്നെ അവിടെ നിന്ന് പോകും, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന് പിന്നെ ഒരു എക്സിസ്റ്റൻസ് ഇല്ലാതെ ആയേക്കാം. അതുമല്ല നമ്മുടെ ടീമിന് മേലെ വരുന്ന പ്രഷർ ആലോചിച്ച് വെക്കുക. ഇപ്പം ഇങ്ങനത്തെ സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ഡെവലപ്പേഴ്സിന് ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ അവർക്ക് അറിയത്തോലും ഇല്ലാത്ത ഒരു അറ്റാക്ക് ആയിരിക്കും. അത് പഠിച്ച് ഒരു ചിലപ്പോൾ അവർക്ക് കിട്ടുന്നത് ഒരു 4 hours ആയിരിക്കും മാക്സിമം പോയാൽ കിട്ടുന്നത്. 4 hour തന്നെ ചിലപ്പോൾ കിട്ടില്ല. സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അത് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്ത് ടെസ്റ്റേഴ്സിന്റെ കാര്യം അതിനേക്കാളും കഷ്ടം. അവർ ആ പ്രൊഡക്റ്റ് എങ്ങനെയാണോ നേരത്തെ ആ ഒരു വർക്ക് എങ്ങനെയാണോ ആ സ്റ്റോറി ടെസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ബിഗിനിങ് ടു എൻഡിങ് ടോപ്പ് ടു ബോട്ടം കംപ്ലീറ്റ് ആയിട്ട് റീടെസ്റ്റ് ചെയ്യണം, റീഡിപ്ലോയ്മെന്റ് ചെയ്യണം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, എത്രത്തോളം ഡാറ്റ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടെന്ന് പോലും നമുക്കൊരു ഐഡിയ കിട്ടൂല. നമ്മുടെ കോസ്റ്റ്, ടൈം, റെപ്യൂട്ടേഷൻ ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ വന്ന് നിൽക്കൂലേ.
ഇനി ഇതേ കാര്യം തന്നെ നിങ്ങൾ ഡെവ്സെക്കോപ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രൊജക്ട്, ഇതേ പ്രൊജക്റ്റിൽ തന്നെ നമുക്ക് ഈ പ്രാക്ടീസസ്, സെക്യൂരിറ്റി പ്രാക്ടീസസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി കോഡ് സെക്യൂരിറ്റി സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഈ ഒരു ബിൽഡിനും ടെസ്റ്റിനും ഒക്കെ മുന്നേ ഈ പുൾ റിക്വസ്റ്റ് പൈപ്പ് ലൈനിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഒരു സെക്യൂരിറ്റി സ്കാൻ ആയിരിക്കും റൺ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താ, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഡെവലപ്പറിന് മനസ്സിലാവും ഇതുപോലെ ഒരു SQL ഇൻജെക്ഷൻ വൾനറബിലിറ്റി ഈ ഒരു കോഡിൽ റിസ്ക് ഉണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി അത് കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യും. സോ ഇത് ചിലപ്പോൾ എടുക്കുന്ന ഒരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് വലിയൊരു ഡിസാസ്റ്ററിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ഒരു ഡെവ്സെക്കോപ്സ് ഈ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ഓരോ ടാസ്കിന്റെയും അതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് നടത്തും. ഒരു ഡിസാസ്റ്ററിനെ അവോയ്ഡ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇനി നമുക്ക് പ്രാക്ടീസസിലേക്ക് വരാം. അതായത് നിങ്ങളൊരു ഡെവോപ്സിനെ പറ്റി വല്ല ഐഡിയ ഒന്നുമില്ലാത്തൊരു ഡെവലപ്പർ ആണെങ്കിൽ പോലും നിങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയൊക്കെ ചെയ്യാം? അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കോഡ് ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് എന്താ പറയുക, ഇപ്പൊ നിങ്ങളുടെ കോഡിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും സെക്യൂരിറ്റി ഹാക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി പോലെ ചാൻസ് ഉള്ള ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു CRന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പാക്കേജസ് ജാവാസ്ക്രിപ്റ്റിലോ ജെയ്കോറിലോ അതുപോലെ പിന്നെ ബാക്കെൻഡിലോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെന്തെങ്കിലും സെക്യൂരിറ്റി ഫ്ലോ ഉണ്ടെങ്കിൽ ഈ ഒരു ടൂള് യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്കാനിങ് ത്രൂ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളിപ്പോൾ ഗിറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പുൾ റിക്വസ്റ്റിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും, സോളാർ ക്യൂബ് കണ്ടിട്ടുണ്ടാവും അല്ലെ, അത് പഠിച്ചാൽ അത് ഒരു ഫ്രീ ടൈം ആണ്, നിങ്ങൾക്ക് ആർക്ക് വേണ്ടി യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇത് യൂസ് ചെയ്യാം, എന്താണ് സ്നിക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഏതെങ്കിലും ഒരു ഫ്രീ ടയർ ആയിട്ടുള്ള ഒരു ടൂൾ യൂസ് ചെയ്യാം. ഈ രണ്ടാമത്തെ കേസ്, നിങ്ങൾക്ക് ഡെവോപ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്കർ ഇമേജസ് യൂസ് ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മുടെ CI/CD പൈപ്പ് ലൈൻസ് ഒക്കെ ഡോക്കർ ഇമേജസ് ക്രിയേറ്റ് ചെയ്യും, പുഷ് ചെയ്യും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ഡോക്കർ ഇമേജസിലും ഇതേ കോഡിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് കൂടാതെ നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇമേജസ് യൂസ് ചെയ്യും. ഇപ്പൊ പുതിയ CRന്റെ പാർട്ടായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇമേജസ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചോ, അപ്പം ആ ഇമേജസിനും ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു വൾനറബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഡോക്കർ ഇമേജസ് ഈ കോഡിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് സ്കാൻ ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി സ്കാനിങ്ങിനായിട്ടുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ട്രിബി അല്ലെങ്കിൽ ഡോക്കറിന്റെ സ്കോട്ടൊക്കെ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്യാം. പിന്നെ നമ്മളൊക്കെ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക് ആണ്, നമ്മൾ ഈ ക്രെഡൻഷ്യൽസ് ഒക്കെ ഇല്ലേ, സെൻസിറ്റീവ് ആയിട്ടുള്ള സീക്രട്ട് ഡാറ്റാസ് ഒക്കെ, പാസ്വേഡ്സ് ആണെങ്കിലും അതുപോലെ ഇപ്പൊ മോണോലെത്തിൽ നിന്ന് മൈക്രോ സർവീസസിലേക്ക് മാറിയപ്പോൾ ഒരുപാട് APIs ഉണ്ട് അല്ലെ. ഓരോ സർവീസും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ API ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ഈ API കീസ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കമ്മിറ്റ് ചെയ്യും. അപ്പൊ അതിന് പകരം നിങ്ങൾ സീക്രട്ട് മാനേജർ ടൂൾസ് യൂസ് ചെയ്യുക. അതിപ്പം AWSന്റെ മാനേജർ ടൂൾ അവൈലബിൾ ആണ്, ഹാഷിക്കോപ്പിന്റെ ഉണ്ട്, അഷ്യൂർ കീ വോൾട്ട് ഉണ്ട്, മൾട്ടിപ്പിൾ ടൂൾസ് ഉണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ കമ്പനിയിൽ ഒരു സീനിയർ എംപ്ലോയി ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ റിസൈൻ ചെയ്ത് പോയി എന്ന് വിചാരിച്ചോ. പക്ഷെ ഒരു സീനിയർ എംപ്ലോയിക്ക് ആകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തിലേക്കും, ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്ക് നമ്മുടെ പ്രോഡക്റ്റിലെ എല്ലാത്തിലേക്കും ഒരു ആക്സസ് ഉണ്ടാവും. അതായത് നമ്മുടെ എല്ലാത്തിന്റെയും പാസ്വേഡും കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയായിരിക്കും. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ പാർട്ട് അല്ല അദ്ദേഹം. അപ്പൊ അദ്ദേഹം ഇത് ആക്സസ് ചെയ്യുന്ന സമയത്ത് എഗെയിൻ നമ്മളെ സെക്യൂരിറ്റിനെ ബാധിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു ക്രെഡൻഷ്യൽസ് റെഗുലർലി ചേഞ്ച് ചെയ്യുന്ന ഒരു റൊട്ടേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക. റെഗുലർലി എന്ന് വെച്ചാൽ ഒരു 90 to 180 ഡേയ്സിൽ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പാസ്വേഡും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന പോലെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ എന്താ വരുന്നത്, നമ്മുടെ ഒരു 180 ഡേയ്സ് ആകുമ്പോഴത്തേക്കും ഈ പഴയ ക്രെഡൻഷ്യൽസ് എക്സ്പയർ ആവും, അത് യൂസ്ലെസ് ആവും, പിന്നെ ആർക്കും അക്സസ് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു എക്സ്പേർട്ട് ആയതിനു ശേഷം ഇംപ്ലിമെന്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ആലോചിക്കേണ്ട, പറഞ്ഞതിൽ തന്നെ ക്ലിയർ അല്ലേ, എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ടൂളൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും പ്രാക്ടീസസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ. അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഡെവലപ്മെന്റിന്റെ പാർട്ടായിട്ട് നമുക്കൊരു ഹാബിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നിങ്ങൾ ഒരു ചെറിയ കാര്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ പതുക്കെ പോവുക. അതെങ്ങനെയാണെന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡെവോപ്സിന്റെ ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെന്റ് എൻറ്റിറ്റി ഒന്നുമല്ല ഡെവ്സെക്കോപ്സ് എന്ന് പറയുന്നത്. അത് അതിന്റെ ഒരു പാർട്ടാണ്. നമുക്ക് സ്വന്തമായിട്ട് സെൽഫ് ലേൺ ചെയ്തെടുത്ത് നമ്മുടെ ഡെവലപ്മെന്റിന്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ ഡെവോപ്സിന്റെ പാർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ.
എല്ലാവരുടെ ഇടയിലുള്ള ഒരു വലിയൊരു മിസ്കൺസെപ്ഷൻ ആണ് ഈ ഒരു ഇത്. അതായത് ഇതിന് ഞാൻ ഇനിയിപ്പോൾ വലിയൊരു കോഴ്സും സർട്ടിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്കൊരു ഡെവോപ്സിനോ ഡെവ്സെക്കോപ്സ് ആകാൻ പറ്റുക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അതായത് ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഈ ഡെവോപ്സും കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കോമൺ ആയിട്ടുള്ള സെക്യൂരിറ്റി വൾനറബിലിറ്റീസിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കുക, ലേൺ ചെയ്തെടുക്കുക. വൾനറബിലിറ്റി എന്താന്ന് അറിഞ്ഞാലാണല്ലോ അതിന്റെ ഫിക്സും കാര്യങ്ങളും പ്രാക്ടീസസിലേക്കൊക്കെ പോകാൻ പറ്റും. അതായത് നിങ്ങളിപ്പോ എസ്ക്യൂഎൽ ഇൻജെക്ഷൻ ഫസ്റ്റ് ടൈം കേൾക്കുന്ന അറ്റാക്ക് ആണ്, അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? വൾനറബിലിറ്റി പഠിക്കുക. അതുപോലെ തന്നെ കോഡ് സ്കാനിങ് ഒക്കെ ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നെക്സ്റ്റ് നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് ഏതെങ്കിലും ഒരു ഫ്രീ ടയർ ആയിട്ടുള്ള കോഡ് സ്കാനിങ് ടൂൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അതുപോലെ ഒരിക്കലും പാസ്വേഡ്സ് ആണെങ്കിലും ഇതുപോലെ സെൻസിറ്റീവ് API കീസ് ഒന്നും ഡയറക്റ്റ് ഗിറ്റ് ഹബിലേക്ക് കമ്മിറ്റ് ചെയ്യുന്നതിന് പകരം എൻവയോൺമെന്റ് വേരിയബിൾസ് എങ്കിലും യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ബിഗിനറിന്ന് മാറി നിങ്ങളൊരു അത്യാവശ്യം ഒരു അറിയാവുന്ന ഒരു ഡെവലപ്പർ ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനിയിൽ CI/CD പൈപ്പ് ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സെക്യൂരിറ്റി സ്കാനിങ്, ഈ പറഞ്ഞ പോലെ ഓട്ടോമേറ്റഡ് ആയിട്ട് സെക്യൂരിറ്റി സ്കാൻ ചെയ്യുന്ന ടൂൾസ് നമ്മുടെ കോഡിൽ മാത്രമല്ല ഏതൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ അതിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് മാനേജേഴ്സ് ഇല്ലേ, അതായത് ഈ ഒരു ഹാർഡ് പാസ്വേഡ്സ് ഒക്കെ ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം സീക്രട്ട് മാനേജേഴ്സ് യൂസ് ചെയ്യാം. നിങ്ങളുടെ ഡോക്കർ ഇമേജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സ്കാൻ ചെയ്യാം. ഇനി നിങ്ങളൊരു ഡെവോപ്സ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പൈപ്പ് ലൈനിലേക്ക് സെക്യൂരിറ്റി ടൂൾസിനെ കൊണ്ടുവരണം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി റൊട്ടേഷൻ ഇല്ലേ ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് മിനിമം ഒരു 180 ഡേയ്സിലെങ്കിലും ക്രെഡൻഷ്യൽസ് ചേഞ്ച് ചെയ്യുക, റിഫ്രഷ് ചെയ്യാനുള്ള സെക്യൂരിറ്റി ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ ഓരോ സ്റ്റേജിലും ബിൽഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഡിപ്ലോയ്മെന്റ് ആണെങ്കിലും ടെസ്റ്റിംഗ് ആണ്, ഏത് സ്റ്റേജിലാണെങ്കിലും കോഡിംഗ് സ്റ്റേജിലൊക്കെ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി ചെക്കിങ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിരിക്കും. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണം തോന്നുന്ന കോഡ് സ്കാനിങ് ഒക്കെ മസ്റ്റായിട്ടും വേണ്ട കാര്യമാണല്ലോ, അതെടുക്കുക. അതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് ലേൺ ചെയ്യുക. മസ്റ്റായിട്ടും വൾനറബിലിറ്റിനെ കുറിച്ച് ലേൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസിനെ പറ്റിയും അത് എങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം, മൾട്ടിപ്പിൾ വേ ഉണ്ടാവുമല്ലോ, മൾട്ടിപ്പിൾ വേനെ പറ്റിയും ഡിസ്കസ് ചെയ്ത് ആപ്റ്റ് ആയിട്ടുള്ള മെത്തേഡും റൈറ്റ് ആയിട്ടുള്ള ടൂളും ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ നെക്സ്റ്റ് ഡെവലപ്മെന്റിൽ ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് നോക്കുക. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് കാണാൻ പറ്റുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അതൊരു ഈവൻ നിങ്ങളുടെ ചിലപ്പോൾ അടുത്ത വർഷം നിങ്ങളുടെ ഒരു സാലറി ഡിസ്കഷൻ ഒക്കെ ഇൻക്രിമെന്റിലൊക്കെ വരുന്ന സമയത്ത് അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാതാക്കാവുന്ന ഒരു മാറ്ററും കൂടിയാണ് കേട്ടോ. ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കും കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ പറയുന്ന എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പം ഒന്ന് പഠിക്കുക. എന്നിട്ട് വേണ്ടി നിങ്ങൾ അങ്ങനെ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക കേട്ടോ. അപ്പം ഡെവ്സെക്കോപ്സിനെ പറ്റി എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്താ പറയാ, എനിക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത മേഖല അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഒരു ഡേ ടു ഡേ ഡെവലപ്മെന്റിന്റെ പാർട്ടായിട്ട് കൊണ്ടുവന്ന് ഒരു ഹാബിറ്റായിട്ട് മാറ്റാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ കമന്റ് സെക്ഷനിൽ മസ്റ്റായിട്ടും പറയാം. നിങ്ങൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.